എവ്രി വൺ. റീസെൻ്റ് ആയിട്ട് അഹാന കൃഷ്ണകുമാറിനും അവരുടെ അമ്മയ്ക്കും എതിരെ അവരുടെ തന്നെ അമ്മൂമ്മ ഒരു അലിഗേഷനായിട്ട് വന്നപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അഹാന കൃഷ്ണകുമാർ ഇട്ട ഒരു വീഡിയോ കണ്ടു. വളരെ കോമഡി ആയിട്ട് തോന്നി. അതിൻ്റെ ഒരു അവസാനത്തെ ഒരു 6-7 മിനിറ്റ് അതിനെ കൗണ്ടർ ചെയ്ത് സംസാരിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്, ദാറ്റ്സ് ഫൈൻ. പക്ഷേ അതിൽ അവർ പറയണത് അതിനെ വേറെ ആരും എടുത്ത് വിമർശിക്കാൻ പാടില്ല. ബാക്കി കണ്ടൻറ് ക്രിയേറ്റേഴ്സോ അല്ലെങ്കിൽ സൊസൈറ്റിയിലോ ഉള്ള ആൾക്കാർ അതിനെ വിമർശിക്കുന്നതിലൂടെ കൂടിയിട്ട് എന്ത് ലാഭമാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എന്ത് അവർക്ക് റെസ്പോൺസിബിലിറ്റി ആണ് ഉള്ളത്, എന്താണ് അവരുടെ മനുഷ്യത്വം, ബാക്കിയുള്ള ആൾക്കാരുടെ മനുഷ്യത്വമാണ് അവർ ചോദ്യം ചെയ്യുന്നത്. അഹാന പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഒക്കെ വളരെ നല്ല കോണ്ടന്റ്, നമ്മുടെ സമൂഹത്തിന് നല്ലത് മാത്രം വരുന്ന കോണ്ടന്റ്, അല്ലെങ്കിൽ അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ട് വരുന്ന കോണ്ടന്റ്സ്, അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള കോണ്ടന്റ്സ് മാത്രമാണ് ഉണ്ടാക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങൾക്കുള്ളത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്, അല്ലെങ്കിൽ എന്താണ് അവരുടെ മനുഷ്യത്വം, അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കും കുറച്ച് കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ഈ അഹാനയ്ക്ക് എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് സമൂഹത്തിനോടുള്ളത്, അല്ലെങ്കിൽ എന്ത് ഒരു മനുഷ്യത്വമാണ് ഉള്ളതെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കുറച്ച് അധികം നാളായിട്ട് അഹാന മാത്രമല്ല ഇതുപോലത്തെ കുറേ ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ കാണുന്നുണ്ട്. പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാനായിട്ട് ഒരു മടിയില്ലാത്ത ആൾക്കാരായിട്ട് ഇൻഫ്ലുവൻസേഴ്സ് മാറിയിട്ടുണ്ട്. സൊസൈറ്റീനെ മുഴുവനും അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയൊക്കെ റെസ്പോൺസിബിലിറ്റി പഠിപ്പിക്കുന്ന അഹാനയുടെ ഒരു ഗ്ലൂട്ടാത്തയോൺ വീഡിയോ ഉണ്ട്. അതൊരു ഗ്ലൂട്ടാത്തയോൺ വീഡിയോ അല്ല, ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തന്നെ എനിക്കണു, ജിമ്മിൽ പോകണു, അതിനുശേഷം വന്നിട്ട് ഗ്ലൂട്ടാത്തയോൺ ഒരു നോർമൽ കാര്യം പോലെയാണ്. ഗ്ലൂട്ടാത്തയോണിൻ്റെ ടാബ്ലറ്റ് എടുക്കണോ, വെള്ളത്തിലിടണോ, കുടിക്കണോ, വളരെ നോർമലായിട്ടൊരു കാര്യം പോലെയാണ് ചെയ്യുന്നത്. ആ വീഡിയോൻ്റെ താഴെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ കമൻസ് ഉണ്ട്, പക്ഷേ വളരെയധികം കമൻസ് ഉണ്ട് നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണോ, നിങ്ങൾ എന്ത് മെസ്സേജാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്നൊക്കെ. അതിനുള്ള റെസ്പോൺസിബിലിറ്റിയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു റിപ്ലൈയോ ഒന്നും അഹാനയുടെ ഭാഗത്തു നിന്നില്ല. അവർക്ക് നല്ല പൈസ കിട്ടുന്ന കാര്യം ചെയ്തു. പിന്നെ ബാക്കി സമൂഹത്തിനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കോ എന്ത് വന്നാലും ഇവർക്ക് അതൊരു വിഷയമേ ഉള്ള കാര്യമല്ല. കാരണം മണി മാറ്റേഴ്സ്. അവർ ലക്ഷക്കണക്കിന് പൈസ വാങ്ങിച്ചിട്ടായിരിക്കും ഇതുപോലത്തെ ആഡൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിനുശേഷം ബാക്കിയുള്ളവർക്ക് എന്ത് വരണു, അവരുടെ സ്കിൻ ഡാമേജ് ആവണുണ്ടോ, അവർക്ക് ലിവർ കേടായി പോകുന്നുണ്ടോ എന്നുള്ളതൊന്നും ഇവരുടെ വിഷയമേ അല്ല. എന്തെങ്കിലും ആയിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവർ പറയും, ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് ആരുടെ അടുത്തും ഇത് വാങ്ങിച്ച് കഴിക്കാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ ഇങ്ങനെയല്ലേ കാണിച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ പോരെ, ഞാൻ ആരും നിർബന്ധിച്ചിട്ടില്ലല്ലോ എന്ന്. പക്ഷേ ഇവർ ചെയ്യണ കാര്യം ഭയങ്കര വലിയ ഇൻഫ്ലുവൻസ് ആണ് ബാക്കിയുള്ളവരിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഇവർക്കറിയാം. പക്ഷെ അവരത് ഒരിക്കലും സമ്മതിച്ച് തരാൻ പോണില്ല. അഹാന ചേച്ചി എന്ത് പറഞ്ഞാലും അത് അതുപോലെ ഫോളോ ചെയ്യാനായിട്ട് കുറേ കുട്ടികളുണ്ട്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ടീനേജ് ആണ്, അല്ലെങ്കിൽ അവരുടെ 20-22 ആ ഒരു വയസ്സിലൊക്കെ ഇതുപോലത്തെ ആൾക്കാരെ അവർ ഐഡലായിട്ട് ഇവർ പറയുന്നത് കറക്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് അവരെ ഫോളോ ചെയ്യാനുള്ള ടെൻഡൻസി ചെറിയ പിള്ളേർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ ഇതിനെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാണ് ചെയ്യണത്. അതിനുശേഷം ഇതുപോലത്തെ ടാബ്ലറ്റ്സ് ഒക്കെ എടുത്തിട്ട് എന്ത് ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ടായാലും അല്ലെങ്കിൽ കിഡ്നി അടിച്ചു പോയാലോ ഇൻസെക്യൂരിറ്റി വന്നാലും അതൊന്നും അവരെ ബാധിക്കണ വിഷയമേ അല്ല. കാരണം അവരുടെ പോക്കറ്റിലേക്ക് പൈസ വന്നിട്ടുണ്ട്. അങ്ങനെ ഇവരെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം വന്നപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിന് വേണ്ട സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി, മനുഷ്യത്വം, അങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട് വാദം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ പുച്ഛാണ് തോന്നുന്നത്. ഇവർക്ക് ഇല്ലാത്ത കാര്യം ബാക്കിയുള്ളവർക്ക് വേണമെന്ന് ശാഠ്യം പിടിച്ചിട്ട് യാതൊരു വക കാര്യമില്ല. വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ഈ ഗ്ലൂട്ടാത്തിയോണിൻ്റെ വീഡിയോയ്ക്ക് ഒരു 2 മാസം മുന്നേ ഇവരുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവരൊരു ക്ലിനിക്കിൽ പോയിട്ട് ഈ പിഗ്മെൻറ്റേഷനും അല്ലെങ്കിൽ മെലാനിൻ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാനും ഉള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തു എന്ന് ഇവർ പറയുന്നുണ്ട്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് സ്കിൻ പൊട്ടയാണ് അല്ലെങ്കിൽ കറുത്തത് പൊട്ടയാണെന്ന് പറയുന്നില്ല എന്നുള്ളൂ. ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. വെളുത്ത സ്കിന്നിനെ അല്ലെങ്കിൽ ഫെയർ സ്കിന്നിനെ പ്രൊമോട്ട് ചെയ്യുക, ഡാർക്ക് സ്കിന്നുള്ളവർ അല്ലെങ്കിൽ കറുത്ത സ്കിന്നുള്ളവർക്ക് ആവശ്യമില്ലാത്ത ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇവരും ഇതൊക്കെ തന്നെയാണ് ചെയ്യണത്. ഇവർ മാത്രമല്ല ഈ കാറ്റഗറിയിൽ വരുന്ന ഈ ഇൻഫ്ലുവൻസേഴ്സ്, ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സ് കുറേ പേരൊക്കെയും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനും 2 ദിവസം കഴിഞ്ഞിട്ട് ഇവർ വേറൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ഒരു സൺസ്ക്രീൻ പ്ലസ് മോയ്സ്ചറൈസറാണ്. അതും ഇവരുടെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഞാൻ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്ത് ഇഫക്റ്റീവ് ആണെന്ന് കാണാണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരില്ലല്ലോ എന്നുള്ള അഷുറൻസ് ഒക്കെ തന്നിട്ടാണ് ഇവരിതും യൂസ് ചെയ്യുന്നത്. അതിനും വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഇവർ ഈ ഗ്ലൂട്ടാത്തിയോണിൻ്റെ വീഡിയോയും ചെയ്യുന്നത്. അപ്പോൾ സത്യത്തിൽ ഇവർക്ക് ഈ റിസൾട്ട് കൊടുക്കുന്നത് എന്താണ്, ഇവരെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ 3 കാര്യങ്ങളും ചെയ്യണം എന്നാണോ, അല്ല ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി
എന്നാണോ, അല്ലെങ്കിൽ ഈ 3 കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ പോലെ ആവുന്നതാണോ? ഇതൊക്കെ വെറും ഫേക്ക് പ്രൊമോഷൻസ് ആണെന്ന് ഇവരുടെ തന്നെ അനിയത്തിയായിട്ടുള്ള ഇഷാനി വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഇവരുടെ ഗുഡ് സ്കിന്നിന് കാരണം ഇവരുടെ ജെനറ്റിക്സ് ആണ്. ഗ്ലൂട്ടാത്തയാണോ? അതെന്താ സാധനം? അത് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഇഞ്ചക്ഷൻ ആണോ, ടാബ്ലറ്റ് ആണോ, അതെന്താ സാധനം എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളുടെ ഫാമിലിയിൽ ആരും ഇത് യൂസ് ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് ജെനറ്റിക്കലി നല്ല ഗുഡ് സ്കിൻ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളൊക്കെ ഭയങ്കര ഫെയർ ആണെന്ന് ഒരു ഇന്റർവ്യൂവിൽ ഇരുന്ന് പറയുന്നത് കേട്ടു. ഇതെല്ലാം കൂടി വായിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഇവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പുച്ഛാണ് തോന്നുന്നത്, വേറെ ഒന്നും തോന്നില്ല. ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുക, അവരെ കൊണ്ട് ഓവർ കൺസെപ്ഷൻ ചെയ്യിക്കുക, ആൾക്കാരുടെ കയ്യിലുള്ള പൈസ കളയാനുള്ള പരിപാടികൾ നോക്കുക, അവർക്ക് ആവശ്യമില്ലാത്ത ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ അഹാനയുടെ പോലെയുള്ള ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നത്. എന്നിട്ടാണ് വന്നിരുന്നിട്ട് പറയുന്നത് നമ്മൾ കമ്മിറ്റ്മെൻറ്റ് കാണിക്കണം, നമ്മൾ സോഷ്യലി റെലവെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം ചെയ്യാനായിട്ട്. കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് എന്തും കോണ്ടന്റ് ആക്കാന്നല്ല, നമ്മൾ നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇവർ തന്നെ പണ്ട് ഇട്ടിരിക്കുന്ന ഫോട്ടോസും ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഫോട്ടോസും തമ്മിൽ സ്കിൻ ടോണിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവരെ ഫോളോ ചെയ്യുന്ന മില്യൺ കണക്കിന് ആൾക്കാർ ഇത് കാണുമ്പോൾ വിചാരിക്കുന്നത് ഇവർ ഇതുപോലെ ഗ്ലൂട്ടാത്തിയോൺ ഒക്കെ ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് ഇതുപോലെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ ചേഞ്ചൊക്കെ കിട്ടും, നമുക്കും ഭയങ്കര ഫെയർ സ്കിൻ ആവുമെന്നാണ് കാണുന്നവർ വിചാരിക്കുക. എല്ലാവരും അത് ട്രൈ ചെയ്യാൻ പോകണില്ല എന്നുണ്ടെങ്കിലും ചെറിയൊരു ശതമാനം ആൾക്കാരെങ്കിലും അങ്ങനെ ട്രൈ ചെയ്യും. അവർക്ക് എന്ത് പറ്റിയാലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇവർ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കണം. പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ ഇവർ എപ്പോഴും പറയുന്ന കാര്യം, ഇവരെ മാത്രമല്ല മെജോറിറ്റി ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന കാര്യം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരാളെയും നിർബന്ധിച്ച് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിനെയൊക്കെ ഒരു ആഡായിട്ട് കണ്ടുകൂടെ എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പക്ഷെ സാധാരണ നമ്മളിപ്പോൾ ടി വിയിൽ വരുന്ന ഒരു ആഡും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കലേ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് മേ ബി ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു സീരിയലോ എന്താണെങ്കിലും അത് നിന്ന് ഇടയിലാണ് ഒരു ആഡ് വരിക. അപ്പോൾ നമുക്ക് കാണുന്നവർക്ക് അറിയാം ഓക്കെ ഇതൊരു ആഡാണ്. അതുപോലെ തന്നെ ഒരു ആഡിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ആ സെയിം പോലത്തെ ഒരു ഇപ്പോൾ സോപ്പാണെങ്കിൽ ആ സോപ്പിൻ്റെ പോലത്തെ വേറൊരു സോപ്പിൻ്റെ ആഡിൽ നമ്മൾ കാണില്ല, പേസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ പോലത്തെ വേറൊരു ആഡിൽ നമുക്ക് കാണില്ല. കാരണം അവർക്ക് അതിനോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷെ ഇവരങ്ങനെയല്ല, ഒരു ദിവസം ഒരു ക്രീം ആണെങ്കിൽ അടുത്ത ദിവസം അടുത്ത ക്രീം, മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ക്രീം. അത് അവരുടെ ഒരു ഡെയിലി റൂട്ടീൻ പോലെയാണ് അവർ കാണിക്കുന്നത്. അവർ അത്രയും വിശ്വസനീയമായ രീതിയിലാണ് ഇതൊക്കെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇവരെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ഈ ഫോളോവേഴ്സ് എന്ത് ചെയ്യും, ഇതൊക്കെ ശരിയാണെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ഫോളോ ചെയ്യാനുള്ളൊരു ടെൻഡൻസി കൂടുതലാണ്. അതുമാത്രമല്ല എവിടെയും ഇവർ പറയണില്ല ഇതെനിക്ക് പൈസ കിട്ടിയത് കൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണ ഒരു സാധനമാണ്, ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല, അങ്ങനത്തെ ഒരു ഡിസ്ക്ലെയിമർ ഒന്നും ആരും കൊടുക്കണമൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള സാധനമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതെന്നുള്ള വ്യാജേനയാണ് ഈ സാധനങ്ങൾ എല്ലാവരും ഇവർ പ്രസന്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് കുറച്ച് നാളെങ്കിലും മുന്നേ വരെ ചെറിയൊരു റെസ്പോൺസിബിലിറ്റി എങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു സത്യസന്ധതയെങ്കിലും ഉണ്ടായിരുന്നു. കാരണം ബ്രാൻഡ്സ് അവർക്ക് കൂടുതൽ പ്രൊഡക്ട്സ് ആണ് കൊടുക്കുക. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നല്ലതാണെങ്കിൽ നല്ലതാണ്, നല്ലതല്ലെങ്കിൽ നല്ലതല്ല എന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് കൊടുക്കുന്നതിൻ്റെ കൂടെ ഇവർ അളവില്ലാത്ത പൈസയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൈസ വാങ്ങിച്ചു വെച്ചിട്ട് ഇവർക്ക് ആ ബ്രാൻഡിനെതിരെ നല്ലതല്ലാത്ത രീതിയിൽ പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വരെ ദൈവത്തിനറിയാം. പൈസ വാങ്ങുക, സാധനം നല്ലതാണെന്ന് പറയാം, അടുത്ത ദിവസം അടുത്ത സാധനം നല്ലതാണെന്ന് പറയാം, മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ സാധനം നല്ലതാണെന്ന് പറയാം. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ബാക്കിയുള്ളവരെ എത്തിക്സ് പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത്. നിങ്ങളിത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്, നിങ്ങളുടെ അനുഭവമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു ആഡായിട്ടൊന്നുമല്ല ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫിൽ ഇത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യുന്ന ഒരു സാധനമായിട്ടാണല്ലോ അത് പ്രൊമോട്ട് ചെയ്യണത്. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന സാധനത്തിന് ഒരു ആഡായിട്ട് കാണണം, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി, അങ്ങനെ പറയുന്നതിൽ യാതൊരു വക അർത്ഥമില്ല. ഈ ഒരു ടൈപ്പ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സിനെതിരെ റെഗുലേഷൻ വരേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് തോന്നുന്നത്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ വളരെയധികം കുട്ടികളും ചെറിയ ടീനേജേഴ്സും ഒക്കെ ഈ ട്രാപ്പിൽ പെട്ട് പോയിട്ടുണ്ട്. ഈ ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അനാവശ്യമായ സാധനങ്ങൾ, റെറ്റിനോളൊക്കെ പോലത്തെ ഏജ് കുറയ്ക്കുന്ന സാധനങ്ങളൊക്കെ 18 വയസ്സിൽ 20 വയസ്സിലൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. എന്ത് കഷ്ടമാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. പണ്ട് നമ്മുടെ മമ്മൂട്ടി ഇന്ദുലേഖയുടെ ഒരു പരസ്യത്തിൽ അഭിനയിച്ചതിന് ശേഷം അത് വാങ്ങിച്ചു ഉപയോഗിച്ച ഒരാൾ എൻ്റെ മമ്മൂട്ടിയുടെ പോലത്തെ സ്കിന്നായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഇത് എന്തൊക്കെ അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടായി കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ഇപ്പൊ പിന്നെയും ആൾക്കാർ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് അതിൻ്റെ ഒരു നാണക്കേടൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിലും കൂടിയിട്ട് ഈ ഇൻഫ്ലുവൻസേഴ്സിന് അറ്റ്ലീസ്റ്റ് ബ്രാൻഡ്സിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ഇത് നല്ലതാണെങ്കിൽ മാത്രമേ ഞങ്ങൾ നല്ലതാണെന്ന് പറയുള്ളൂ എന്ന ഒരു സ്റ്റാൻഡ് എടുക്കാനായിട്ട് എന്തുകൊണ്ടാണ് ഗട്ട്സ് ഇല്ലാത്തത്? ഇത്രയുമൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞാലെങ്കിലും നമുക്ക് ആ ഒരു ഗട്ട്സ് വരേണ്ടതല്ലേ? ഈ അഹാനയുടെയോ അല്ലെങ്കിൽ അതുപോലത്തെ ബ്യൂട്ടി ക്രിയേറ്റേഴ്സ് ഒരു ദിവസം ഒരു പ്രൊഡക്റ്റ്, അടുത്ത ദിവസം അടുത്ത പ്രൊഡക്റ്റ്
ആയിട്ടാണ് വരുന്നത്. സത്യത്തിൽ ഇവർ ഈ പ്രൊഡക്ട്സ് ഒന്നും ആയിരിക്കില്ല യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അവർ പ്രോപ്പറായിട്ടൊരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അവർക്ക് വേണ്ട ക്രീംസോ അല്ലെങ്കിൽ വേറെ പ്രൊഡക്ട്സോ ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സാധാരണപ്പെട്ട ആൾക്കാരെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇതുപോലത്തെ പ്രൊഡക്ട്സ് ഒക്കെ കാണിക്കുന്നത്. അതുപോലെ വേറൊരാളാണ് അപർണ തോമസ്. അതൊരു വേറെ ചാപ്റ്ററാണ്. ആൾ ഭയങ്കര ഹൈ എൻഡ് സാധനങ്ങൾ മാത്രം യൂസ് ചെയ്ത് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ സ്കിന്ന് നന്നാവുള്ളൂ എന്ന് പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. അതൊരു വേറെ ടോപ്പിക്കായിട്ട് ചെയ്യേണ്ടി വരും. ഇതുപോലെ മനുഷ്യന്മാരുടെ ഇൻസെക്യൂരിറ്റീസിനെ വിറ്റ് കാശാക്കി ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്നാണ് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും കമ്മിറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടാവാന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. താങ്ക് യു.